എന്തോന്നി മകൻ വരികയാണ് എന്തോന്നും സന്തോഷം. എന്റെ മോനെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം. ഇതൊരു അൺഫെയർ ആയിട്ട് തോന്നുന്നുണ്ട്. അതിനൊന്നും ഒന്നും പറയാനില്ല. അതിനെ കുറിച്ചൊക്കെ മോൻ ഇപ്പൊ വരുമ്പോ എന്താണ് പറയുന്നത് നിങ്ങൾ കേൾക്കുക. അല്ല അമ്മയ്ക്ക് എങ്ങനെയാ തോന്നിയത്? ഗെയിമൊക്കെ എങ്ങനെയാ തോന്നിയത് മകന്റെ? എന്റെ മകൻ കളിക്കുമ്പോ നന്നായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. സന്തോഷം. അതെ, അത് ഒരു അമ്മ എന്നുള്ളതിൽ ഏറ്റവും സങ്കടം തോന്നുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നി, സങ്കടം തോന്നി, അത്രേ ഉള്ളൂ. ആ പയ്യനോട് എന്താ പറയാനുള്ളത് റോക്കി? ഇല്ല, അതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ചെയ്ത് തെറ്റായിട്ട് തോന്നുന്നില്ലേ? അത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി. അതെ, ഞങ്ങൾക്ക് തെറ്റായിട്ട് തന്നെ തോന്നി. അപ്പൊ ഞാനും അങ്ങനെ, എനിക്കും അങ്ങനെ തോന്നിയെന്ന് നിങ്ങൾ കരുതിയത്, നിങ്ങൾക്ക് തോന്നിയത് തന്നെ എനിക്കും തോന്നി. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോ എല്ലാവർക്കും എന്താ തോന്നുക, അത് തന്നെ എനിക്കും തോന്നി. അത്തരം പ്രവൃത്തിയോടൊക്കെ ഒരു അങ്ങനെ ഒരു ലാലേട്ടൻ പറഞ്ഞ കണക്ക് 58 സീസൺ 7 ഭാഷയിൽ ആദ്യമായിട്ടാണ് അത് എന്റെ മകന്. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് ഇനി എന്ത് വിശദീകരിക്കാനാ കൂടുതൽ. എന്നാലും സിജു അത് നല്ല രീതിയിൽ തരണം ചെയ്താണ് വന്നത്. അതെ, തീർച്ചയായിട്ടും അത് എല്ലാരും കണ്ടതല്ലേ, അവനത് തരണം ചെയ്തു എന്നുള്ള എല്ലാരും കണ്ടത്. ഇല്ലില്ല, ഞങ്ങളുമായിട്ടൊന്നും ബന്ധമില്ലായിരുന്നു. വിനുചേട്ടൻ വന്നാൽ മതിയെന്ന് സിജോ പറഞ്ഞ കാരണം ബിനു അല്ലേ ചെന്ന്. അതൊക്കെ നിങ്ങളെല്ലാരും കണ്ട കാര്യങ്ങളല്ലേ. ഞങ്ങൾ കാണുന്നത് അവിടെ, ഞാനും അച്ഛനും കാണുന്നത് അവിടെ കയറിയപ്പോൾ. ഇല്ലില്ല, വിളിക്കാൻ ഏഷ്യാനെറ്റിന്റെ റൂൾ അനുസരിച്ച് അവരുടെ കസ്റ്റഡിയിൽ തന്നെ ആയിരുന്നു, ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അന്ന് കണ്ട ശേഷം ഇന്ന്. അതെ, 2-3 ആഴ്ചയല്ലേ ഉള്ളു കണ്ടിട്ട്, അതിനുശേഷം ഇല്ലില്ല. ഇല്ല, ഏഷ്യാനെറ്റിന്റെ കസ്റ്റഡിയിൽ തന്നെ ആയിരുന്നു, അവര് തന്നെ എല്ലാം നോക്കിയത്. അല്ല, അത് ജാസ്മിന്റെ കാര്യമൊന്നും എന്നോട് ചോദിക്കണ്ട. എന്റെ മോനെ കുറിച്ച് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അനുസരിച്ച് മറുപടി പറയാൻ പറ്റും. അതെന്തിനാ ഞാൻ പറയുന്നത്? അത് പ്രേക്ഷകരല്ലേ തീരുമാനിക്കണം. ഇല്ല, എനിക്ക് എന്റെ മോന്റെ കാര്യം നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞാൻ മറുപടി തന്നില്ലേ. അല്ല, അതും പ്രേക്ഷകരല്ലേ തീരുമാനിക്കണം. നന്ദനയുടെ കൂടെ ചേർന്ന് കളിച്ചുകൊണ്ടാണ് ഇറങ്ങുമ്പോ നിങ്ങൾ എന്താ ചോദിക്കാം. നന്ദനയുടെ കൂടെ സിജു ഇറങ്ങുമ്പോ ഇതിനൊക്കെ ആൻസർ പറയും. 9-ാം തീയതി ഇന്നലായിരുന്നു. അതെല്ലാം പ്രേക്ഷകർ തീരുമാനിച്ച പ്രകാരമല്ലേ. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ബിബി പോയത് എന്റെ മകൻ സിജോയോട് ചോദിക്കുക, വിഷമമുണ്ടോ, സന്തോഷമാണോ, ദുഃഖമാണോ എന്നൊക്കെ.